ഗായ്സ്, അപ്പോൾ ഇത് ഈ വ്ലോഗ് വോയിസ് ഓവറേ നടക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഫുള്ള് ശബ്ദവും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് 2 ഡേയ്സ് പരിപാടി ഉണ്ടായിരുന്നത്. ഫസ്റ്റത്തെ ഡേ ബ്രൈഡിൻ്റെ വീട്ടിലുള്ള വെച്ചിട്ടുള്ള ഫംഗ്ഷനാണ്. നമ്മുടെ ഭയങ്കര ഫ്രീ ആയിട്ട് ഓടി നടക്കുന്നു. ഇത് ബ്രൈഡലിൻ്റെ എൻട്രിക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. ഗ്രൂം അവിടെ സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ബ്രൈഡിൻ്റെ എൻട്രിക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി ബ്രൈഡ് എൻട്രി ചെയ്തിട്ടുണ്ട്. ബ്രൈഡ് പറഞ്ഞാൽ നമ്മളെ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ വൈഫാണ്. നമ്മളെ വീട്ടിലത്തെ കല്യാണം നമുക്ക് 2 ഡേയ്സ് ആയിരുന്നു ഫംഗ്ഷൻ ഉള്ളത്. ഒന്ന് ബ്രൈഡിൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഒന്ന് നമ്മളെ വീട്ടിലെത്തി. അപ്പോൾ ഫസ്റ്റ് ഡേ ബ്രൈഡിൻ്റെ വീട്ടിലുള്ള ഫംഗ്ഷനാണിത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അങ്ങോട്ട് പോയി ബ്രൈഡിൻ്റെ വെന്യൂക്ക് പോയിട്ട് അവിടെയുള്ള ഫംഗ്ഷനാണത്, കാര്യങ്ങളാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ബ്രൈഡ് എൻട്രിക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ പിന്നെ അതേപോലെ ഗൈസ് ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നുമല്ല. ഇപ്പോൾ എല്ലാ കല്യാണത്തിനും ഒരു എൻട്രി ഉണ്ടാവും, ഒരു എൻട്രി സോങ് ഉണ്ടാവും, പിന്നെ കുറേ ഫോഗ്, ബബിൾസ്, ലേസർ, എന്തൊക്കെ തരം പരിപാടികളാണ്. ഞാൻ 1 ഇയർ കഴിഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ഇവൻ്റൊക്കെ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു 1 ഇയറിൽ മാറ്റങ്ങൾ കണ്ടിട്ട് തന്നെ ഞാൻ നെട്ടിപ്പോയി. ഇപ്പോൾ നമ്മൾ എല്ലാ ഓഡിറ്റോറിയത്തിലും എല്ലാ ഫംഗ്ഷനും കല്യാണത്തിനും ഇപ്പോൾ ബബിൾസ് ഉണ്ട്, അതേപോലെ പുകയുണ്ട്, പിന്നെ അതേപോലെ സ്മോക്ക് ഉണ്ട്, പിന്നെ അതേപോലെ ബബിൾസ് ഉണ്ട്, പിന്നെ ഒരു വൈറ്റ് ബബിൾസും കാണാം. പിന്നെ ലാസ്റ്റ് എന്തോ ഒരു അടപടലും ഒരു ലേസർ പരിപാടിയും കാണുന്നുണ്ട്. പണ്ട് നമ്മൾ സ്റ്റേജ് ഷോമിലൊക്കെ ലേസർ പരിപാടി കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇപ്പോൾ കല്യാണത്തിൽ വരെ ലേസർ പരിപാടികൾ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ബ്രൈഡും ഗ്രൂമും കൂടിയും ഒരു എൻട്രിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും അവർക്ക് ഇങ്ങനെ ട്യൂട്ടോറിയൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക. അപ്പോൾ പുറത്തുനിന്ന് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ബബിൾസും സ്മോക്കിൻ്റെ 5 കളിയാണ്. അങ്ങനെ എല്ലാവരും ആ ഒരു ഫൈനൽ മൊമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അതന്നെ ആ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ട് ആ കൈ പിടിച്ച് കയറ്റുന്നത്. ഇതൊക്കെ ഇപ്പോൾ കല്യാണത്തിൽ ഭയങ്കര ട്രെൻഡാണ്. ഇത് വെച്ചിട്ട് റീൽ ഉണ്ടാക്കുക, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക. ആ ഒരു എൻട്രിക്ക് തന്നെ ഭയങ്കര ഒരു സംഭവമാണ്. ആ ഒരു 10-15 മിനിറ്റ് തന്നെ ആ ഓഡിറ്റോറിയത്തിലുള്ള എല്ലാവരും അത് നോക്കിയിരിക്കേക്കാരം. മുൾമുനയിൽ ആകാശം മുൾമുനയിൽ നോക്കിയിരിക്കേക്കാരം. എങ്ങനെയാണ് എൻട്രി, ഏതാണ് സോങ്, ബബിള് വരുമോ, പുക വരുമോ, എന്താവും, കറങ്ങുമോ, തിരിങ്ങോ, എടുക്കുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അതാ പൊട്ടലും ഇത് ഞാൻ മെൻഷൻ ചെയ്യാൻ മറന്നു ഗൈസ്. ഇപ്പോൾ പൊട്ടലും ചീറ്റലും വരെ എല്ലാ കല്യാണത്തിനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ബ്രൈഡും ഗ്രൂമൊക്കെ സ്റ്റേജിൽ കയറിയിട്ട് പിന്നെ ഫുള്ള് ഫോട്ടോ സെക്ഷനുകളായിരുന്നു. പിന്നെ കണ്ടില്ലേ, ഒരു 5-6 ഒരു 4-5 ഫോണിൽ ഫോട്ടോഗ്രാഫർമാരും ഉണ്ട്. അപ്പോൾ നമ്മളും കുറച്ചില്ല. അപ്പോൾ നമ്മളെ ക്യാമറ ആയിട്ട് പോയിട്ട് നമ്മളും ആ ഫോട്ടോഗ്രാഫർമാരുടെ ഇടയ്ക്ക് പോയിട്ട് നമ്മളും കുത്തിക്കയറി ഇരുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. നമ്മളും കുറച്ചില്ല. എന്താണെന്നോ നമ്മൾ പോയപ്പോൾ ഓരോക്കെ മുന്നോട്ട് പോയി ഫോട്ടോ എടുത്തു. അപ്പോൾ നമ്മളും മുന്നോട്ട് പോയി ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരിക്കണം. അങ്ങനെയൊക്കെ പല രീതിയിലുള്ള എന്താ പറയുക, വെഡ്ഡിങ് ഫോട്ടോഷൂട്ടുകളും അതേപോലെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയാണ് ഇന്ന് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഗൈസ് നമ്മളെ ക്യാമറ ആയിട്ട് നമ്മൾ താഴോട്ട് വന്ന് നമ്മളിനി ഇവിടെ ഇരുന്നോട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് നമ്മുടെ കുറച്ച് കസിൻസാണ്. അവർ നമ്മൾ വീഡിയോ എടുത്തത് കണ്ടോ പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്, വീഡിയോ എടുക്കാനാണെന്ന് വെച്ചിട്ട്. പിന്നെ ഗൈസ് ഈ കല്യാണത്തിൻ്റെ മെയിൻ അട്രാക്റ്റീവ് എന്ന് പറഞ്ഞാൽ പുറത്തൊക്കെ ഒരുപാട് സ്റ്റാളുകളും കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ വിശേഷത്തിലോട്ട് കിടക്കാം. ഇവിടെ തന്നെയാണല്ലോ, ഇവിടുന്ന് പോരില്ലല്ലോ. കച്ചവടം കൊടുക്കാണ് ഇവിടെ, കച്ചവടമില്ല. പഞ്ഞിമുട്ടായി വാങ്ങി കൊടുത്താൽ നമുക്ക് പഞ്ഞിമുട്ടായി അല്ലേ? എന്തൊക്കെ തിന്ന്? പഞ്ഞിമുട്ടായിയാ? അതാ ഒന്ന് തിന്ന. 3 സുഖമായിട്ടാ തോറ്റി കൊടുക്കട്ടാ. അതിന് തോത്തി കൊടുക്കാം, കുഴപ്പമില്ല. പ്ലം കേക്ക് ആണ്. ഇവിടെ ഭയങ്കര തീറ്റയാണ് ഗായ്സ്. ഈ സെറ്റപ്പ് കൊള്ളാലേ, ഈ ഒരു പഴയ തട്ടുകട വൈബ്. കണ്ടു
കടലമുട്ടായി ഉണ്ട് ഗൈസ്, പന്നി മുട്ടായി. എന്താ നമ്മളാണെന്ന് മെയിനില്ലേ അനിയന്റെ കല്യാണമാണ്. അപ്പൊ നമ്മളല്ലേ മെയിൻ. ഭയങ്കര തീറ്റയാണ്. ആൾക്കാർക്കൊക്കെ ഞാൻ എടുത്തു കൊടുത്തു. ഒന്നുകൂടി പറയും. ആൾക്കാർക്കൊക്കെ ഞാൻ എടുത്തു കൊടുത്തു. വണ്ടി 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 ഇതാ നമ്മൾ വന്ന വണ്ടി. പറപ്പുകാര് പോയി. നമ്മളും ഉമ്മ വീട്ടുകാർ മാത്രമേ ഉള്ളൂ അല്ലേ. എന്റെ നമ്മൂന് നല്ല നമ്മർക്ക് നല്ല ഇതെന്താ ഫുള്ള് ഷുഗർ ഓക്കെ. ഇവിടെ ഭയങ്കര ചൂടാണ് ഗൈസ്. അങ്ങനെ ഗൈസ് പുറത്തുനിന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്താണ്ട് നമ്മൾ വീണ്ടും ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ കയറി. ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഫുള്ള് സൗണ്ടും പാട്ടും ബഹളം വെച്ചായതുകൊണ്ട് നമുക്ക് വീഡിയോസ് അങ്ങനെ കറക്റ്റ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എടുത്ത വീഡിയോസിന് വോയിസ് ഓവർ കൊടുക്കാം. അങ്ങനെ നമ്മൾ ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞു. എൻട്രി കാര്യങ്ങൾ, ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. പിന്നെ പുറത്തെ ചെറിയ കലാപരിപാടികൾ കണ്ടില്ലേ, ഒരുപാട് സ്വീറ്റ്സ്, സ്ട്രീറ്റ് ഫുഡ് പോലെ കുറേ നാടൻ വൈബ്സിലുള്ള മിഠായികൾ, ചായ, കടികൾ പലതും ഉണ്ട്. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്തിട്ട് നമ്മൾ ഉള്ളോട്ട് വന്നു. ഇനി ഉള്ളോട്ട് പറഞ്ഞാൽ എല്ലാവരും പോയി, നമ്മൾ കുറച്ച് പേരുള്ളൂ. നമുക്ക് ബ്രൈഡിനെയും ഗ്രൂമിനെയും നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുപോകുന്ന ഒരു ചടങ്ങ് ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഇവരുടെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഫോട്ടോഷൂട്ട് കലാപരിപാടികൾ കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഞങ്ങളെയാണ് നിങ്ങൾ ഈ കാണുന്നത്. നമുക്ക് വീട്ടിൽ ബ്രൈഡിനെയും ഗ്രൂമിനെ കൊണ്ടുപോകാന്നുള്ളൊരു ചടങ്ങ് നമുക്ക് ബാക്കിയുള്ളത്. പക്ഷേ ഇവരുടെ ഫോട്ടോഷൂട്ടാണ് കഴിയുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, ലേസർ പരിപാടി. അപ്പോൾ ഈ ലേസർ പരിപാടി കൂടി കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോകാമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇത് തന്നെയുള്ളൊരു ഗംഭീര പരിപാടി തന്നെയാണ്. ഫുള്ള് ഓഡിറ്റോറിയത്തിലെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് മേലിൽ ഒരു ലേസർ ലൈറ്റ് വരും. ഇതിൽ ബ്രൈഡും ഗ്രൂമും ഡാൻസ് ചെയ്യണം. അതിൽ ബബിൾസ് വരുമെന്ന് നിങ്ങൾക്കറിയില്ല, ഇനി സ്മോക്ക് വരുമെന്നൊന്നും അറിയില്ല. എന്നിട്ട് ഇതിൻ്റെ ഇടയിലുള്ള ഈ ഡാൻസും കാര്യങ്ങളും, ഇതിൻ്റെ ഫോട്ടോഷൂട്ടും റീൽസ് ഉണ്ടാക്കലും, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ഗൈസ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇവർ രണ്ടാളെയും കൂട്ടി വീട്ടിലോട്ട് പോകാൻ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ എത്രയേ ഉള്ളൂ. ഇനി നാളെ വേറൊരു ഈ പരിപാടി കഴിഞ്ഞ് പിറ്റേന്ന് വേറൊരു കല്യാണം, നമ്മുടെ വീട്ടിലെ കല്യാണം കൂടിയുണ്ട്. അപ്പോൾ അതിൻ്റെ വ്ളോഗും വരുന്നതാണ് ഗൈസ്. അതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.